അപ്പോ കിലറുകളെ, അങ്ങനെ നമ്മൾ റിവ്യൂ പറയാൻ വന്നത് വേറെ ഏത് പടത്തിന്റെ കിലറുകളെ, നമ്മുടെ സ്വന്തം കാന്താര ചാപ്റ്റർ 1-ന്റെ പൊണ്ണി കിലറുകളെ സൗണ്ട് കൂട്ടെ എങ്ങനെന്തോ റിസപ്ഷൻ ഷീറ്റൊക്കെ ഇങ്ങനെ കത്തണത് കിലറുകളെ. സത്യം പറയാലോ, പടം ഈ 2025 കാന്താര ചാപ്റ്റർ 1 തൂക്കും കിലറുകളെ. ഉറപ്പാണ് പറഞ്ഞാൽ ഉറപ്പാണ്. വേണമെങ്കിൽ നോക്കിയോ മിനിമം ഒരു 1000 കോടി പ്രതീക്ഷിക്കാം നമുക്ക്. മിനിമം ഒരു 1000 കോടി പ്രതീക്ഷിക്കാം എന്തായാലും. എന്ത് വെച്ചാൽ കാന്താര എന്ന് പറയുന്ന പടം 2022 വെറും 16 കോടി രൂപ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന പടമാണ്. പക്ഷെ തിയേറ്ററിലോ 400 കോടി മുകളിൽ കളക്ഷൻ കിട്ടില്ല. ഒരു കന്നഡ പടം, അത് ആലോചിക്കണം, ഒരു കന്നഡ പടം. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പാർട്ട് 1 അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ എന്ത് സാധനങ്ങൾ വരുവാണെങ്കിലും അത് ഇതിലും മികച്ചതാക്കി കൊണ്ടുവരുന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കിട്ടല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടഡ് ബൈ ആൻഡ് ആക്ടർ ബൈ ഋഷഭ് ഷെട്ടി. ഒന്നും പറയല്ലേ പറഞ്ഞ ഒന്നും പറയല്ലേ കിട്ടട്ടെ. അങ്ങനെ വേണമെങ്കിൽ ഇടറെ പറയാം. അത് ഒരു പടം കിട്ടട്ടെ. സത്യം പറയുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയലടാ, ഇതെന്ന് വെച്ചാൽ കാന്താര നമ്മൾ ഇറങ്ങി, നമ്മൾ ഫസ്റ്റ് പാർട്ടില്ല, ഫസ്റ്റ് ആ ഒരു സംഭവം സിനിമ കണ്ടു, കാന്താര എന്ന് പറയുന്ന സംഭവം. പക്ഷേ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട്, എന്ന് വെച്ചാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭയങ്കരമായ രീതിയിൽ നമുക്ക് മനസ്സിലാവുകയില്ലല്ലേ അമ്മാതിരി പടം. എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടില്ലല്ലേ. സത്യം പറയല്ലോ, ഞാനത് ഒരു കാര്യം പറഞ്ഞു. എന്താ വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ഈ പൊതുവെ പറയട്ടെ, എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഡയറക്ടർമാരില്ലെങ്കിൽ വേറെ നമ്മുടെ പൊതുവെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം മലയാളം പടമൊക്കെ ഷൂട്ട് ചെയ്താൽ വെച്ച് കഴിഞ്ഞാൽ മലയാളം പറഞ്ഞാൽ മലയാളത്തിൽ ഡയറക്ടർമാർക്ക് പറയില്ല, അങ്ങനെ എല്ലാവരും പറഞ്ഞില്ല, ചില ഡയറക്ടർമാർക്ക് അങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കില്ലറല്ലേ. ചിലപ്പോൾ ഇതിൽ കുറച്ച് ആനിമേഷൻസ് ഒക്കെ ഉണ്ട്, ആ ആനിമേഷനൊക്കെ എന്ത് വെച്ചാൽ നമുക്ക് മറ്റേ കൊച്ചു TV കാണുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഇതില് പെർഫെക്റ്റ് പറഞ്ഞ പെർഫെക്റ്റ് സാധനം എന്ന് വെച്ചാൽ അനിമേഷൻ അറിയില്ല കേട്ടല്ലോ. അമ്മാതിരി പെർഫെക്റ്റ് പറഞ്ഞല്ലോ, അമ്മാതിരി പെർഫെക്റ്റ്. സത്യം പറയല്ലോ, ജയറാമേട്ടനെ പിന്നെ ഒരു പെട്ട സാധനം വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ജയറാമേട്ടനാണ് നമ്മുടെ വില്ലൻ കിടലെ. പിന്നെ എടുത്തു പറഞ്ഞ ഒരു ക്യാരക്ടർ കിടലെ കമല മീനാക്ഷി, എന്തോ ഒരു സംഭവം ഉണ്ട്, ആ നടി കിടലെ. സത്യം പറഞ്ഞു വമ്പൻ ടിസ്റ്റ്. ആരും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഒരു സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ട് ദൈവവും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് കിടലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കുന്ന ജീവിക്കുന്ന ഒരു പക്ഷം ആൾക്കാരാണ് നമ്മുടെ കാന്താരയിലുള്ളത്. അതായത് ദൈവത്തിന്റെ പൂന്തോട്ടത്തിൽ വസിക്കുന്ന കുറെ ആൾക്കാർ. അവർക്കെതിരെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ദൈവങ്ങളെ ആവാഹിക്കാൻ പറ്റിയ ആൾക്കാർ, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശക്തി മൊത്തം ആവാഹിക്കാൻ പറ്റിയ കൂടോത്രത്തിന് കുറെ ആൾക്കാർ, ഇവര് തമ്മിലാണ് ഫൈറ്റ്. അവരോട് എന്താണ് ദൈവത്തെ ആവാഹിക്കാൻ പറ്റിയ ടീമിന്റെ ഒപ്പം നമ്മുടെ രാജഭരണം അവരെ കൂടെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ കഥ തുടങ്ങുമ്പോൾ ഇന്റർവ്യൂവരൊക്കെ നല്ല കോമഡിയിലൊക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ ലാഗ് ഫീൽ ചെയ്യാം. അത് വെച്ചാൽ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ പടം നമ്മളിങ്ങനെ കാണാൻ വന്നിട്ട് എന്താണ് അത് കോമഡി എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് കോമഡി ആയതുകൊണ്ടും ലാഗ് ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ അതിന്റെ ഇടയിലിടയിൽ ഓരോ ഫൈറ്റ് സീനുകൾ പറഞ്ഞാൽ ഈ കാട്ടിലോട്ട് വരുന്നു, പിന്നെ അവിടെ നിന്നുള്ള ഫൈറ്റ് സീന്, പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവപരമായ സംഭവങ്ങൾ, അങ്ങനെ കുറേയൊക്കെ കൊണ്ട് ഇന്റർവ്യൂ നല്ല ലെങ്ത് ഉണ്ട്. എന്ന് നമ്മൾ എന്താടാ ഇന്റർവ്യൂ ആവാത്തതെന്ന് പറഞ്ഞിട്ട് കുറേ നേരം നോക്കിയിരുന്നു. അപ്പൊ ഇന്റർവ്യൂ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇന്റർവ്യൂ ശേഷം എനിക്ക് പടം പെട്ടെന്ന് ഫാസ്റ്റ് ആവാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടൻ പൂർണ്ണമായിട്ടും ദൈവഭക്തി അല്ലെങ്കിൽ ആ ശക്തിയായിട്ട് അങ്ങനെ രൂപം പ്രാപിക്കും. എന്നിട്ട് ഫുള്ള് അതിന്റെ കഥകൾ മൊത്തം സത്യം പറഞ്ഞില്ലേ വെർത്താണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. നമ്മൾ കണ്ടത് ഇയാളെ പാലക്കാട് V സിനിമാസിലാണ്. സത്യം പറഞ്ഞത് ഏകദേശം ഒരു ടിക്കറ്റിന് 200-200 സംതിങ് എന്ന് തോന്നുന്നു. പടം വേറെ ലെവൽ ഈ 2025 തൂക്കില്ല, കാന്താര തൂക്കും. പേടിക്കണ്ട, ഞാൻ 1000 കോടി പ്രതീക്ഷിക്കില്ല. 1000 കോടി എന്തായാലും പ്രതീക്ഷിക്കുക. എന്താ വെച്ചാൽ മിനിമം 16 കോടി ബഡ്ജറ്റിൽ ഒരു പടം കന്നഡ പടം ഇറങ്ങിയിട്ട് കേരളത്തിൽ നിന്ന് എല്ലാ വേൾഡ് വൈഡ് 400 കോടി കളക്ഷൻ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പടം പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇടല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് ഈ പടത്തിന്റെ ഷൂട്ടിങ്ങിന് മുമ്പേ നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സമയത്ത് തന്നെ കുറെ മരണങ്ങൾ സംഭവിച്ചു ഇടല്ലേ. പിന്നെ ഋഷഭ് ഷെട്ടിക്ക് വരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് വെച്ചാൽ പുള്ളിക്കാരൻ രക്ഷപ്പെട്ട് വരികയാണ്. അതൊക്കെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ സിനിമ സെറ്റിൽ വിശേഷങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പിന്നെ ഈ ഇടയ്ക്ക് കേരളത്തിൽ പോലും പടം ഇറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് കേരളത്തിൽ പടം ഇറക്കിയില്ലല്ലേ. വമ്പിച്ച വിജയം തന്നെ ഇല്ലടാ. അതിലൊന്നും പറയാനില്ല. സത്യം പറയല്ലോ, എന്ന് വെച്ചാൽ ഇമ്മാതിരി പടം കിട്ടാറില്ല. സത്യം പറയില്ല, ഇമ്മാതിരി പടം പിടിക്കണം. അപ്പൊ ഞാൻ കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞ ആനിമേഷന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് എന്താ വെച്ചാൽ ചില മലയാള പടങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊച്ചു TV പോലെ ഉണ്ടാവും ആ സാധനം. അതുകൊണ്ട് ഡയറക്ടർമാർക്ക് ഇത് കാണുക എന്ന് നമ്മൾ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ അമ്മാതിരി സാധനം. പിന്നെ ഇതിൽ എനിക്ക് കിട്ടുന്ന ഒരു സീന് മാത്രം എന്തോ തോന്നി വെച്ച് കഴിഞ്ഞാൽ അവസാനം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കാന്താര എന്ന് വെച്ചാൽ ഇവന്റെ അച്ഛൻ ഇത് കിട്ടുള്ള ഞാൻ ഇവന്റെ അച്ഛനായിരിക്കില്ല, ഇവന്റെ മുത്തച്ഛൻ തന്നെ ആയിരിക്കും. അങ്ങനെ നോക്കിയത് ഇവന്റെ മുത്തച്ഛനായിരിക്കും ആ സംഭവം. അപ്പൊ എന്താ വെച്ചാൽ പുള്ളിക്കാരൻ എന്തോ ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു വലിയൊരു കിണർ പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലാണ് ശിവൻ ഇരിക്കുന്നത്. അവിടേക്ക് വീഴുന്ന സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ടാവും. എന്താ വെച്ചാൽ ഒരു ഹൾക്ക് പോലത്തെ ഒരു സംഭവം. ഹൾക്ക് പറഞ്ഞാൽ പന്നിയുടെ മുഖം, പക്ഷെ ഹൾക്ക് പോലത്തെ മനുഷ്യൻ. ആ മനുഷ്യൻ എന്തിനാ കൊണ്ടുവന്നത് എനിക്ക് അറിയില്ല കടലെ. സത്യം പോലെ ഞാൻ വിചാരിച്ചു എന്തിനാ ഈ ക്യാരക്ടർ, എനിക്ക് അവിടെ മാത്രം ചെറുതായിട്ട് എന്തോ പോലെ തോന്നി. പക്ഷെ അവസാനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. എന്താ വെച്ചാൽ അത് ദൈവത്തിന്റെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു ഗാർഡ് പോലെയാണ് പുള്ളിക്കാരൻ നമുക്ക് മനസ്സിലായത്. പിന്നെ യുദ്ധം നടക്കേണ്ട ഇല്ലടല്ലേ, യുദ്ധം നമ്മുടെ ആ കാലഘട്ടത്തിൽ എന്തൊക്കെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ, കല്ല് മരങ്ങളെ കൊണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് അവര്. ഇതിൽ മറ്റേ നമ്മുടെ ബാഹുബലി സെറ്റപ്പ് പോലെ അങ്ങനെ യുദ്ധം പറയാൻ വലിയ യുദ്ധമൊന്നും ഇല്ലടല്ലേ. പക്ഷേ ഇവർ രാജ്യഭരണത്തിന് ആൾക്കാരും കാട്ടിലെ ആൾക്കാരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വേറെ ലെവൽ സാധനം ഇല്ലടല്ലേ, ഭയങ്കര എന്താ വെച്ചാൽ ഞാൻ നോർമലി പറയലല്ലോ, നമ്മളെന്താ വെച്ചാൽ എത്തിയിട്ടാണ്, നമുക്ക് അത്ര അങ്ങനെ വിശ്വാസങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞേ, കാന്താര ആ പാഠം കണ്ടപ്പോഴേ എനിക്ക് ആ ഒരു പാട്ടും എല്ലാം കൊണ്ടും എനിക്ക് രോമാഞ്ചം വന്നു. സെയിം സാധനം ഇല്ലാടല്ലേ, ഇതിൽ ആ ഒരു ദൈവത്തിന്റെ എവിടെയൊക്കെ സീന് വരുന്നു അവിടെയൊക്കെ എനിക്കൊരു രോമാഞ്ചം ഇല്ലാടല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മളും ഭക്തി പ്രാപിക്കും, നമുക്കും ആ ഒരു സംഭവം നമുക്ക് ഇവിടെ കിട്ടില്ല. സത്യം ഞാൻ സീറ്റിലൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കണ്ടില്ലടല്ലേ. നോർമൽ ഇങ്ങനെ സീറ്റിൽ ഇരിക്കുന്ന പകരം ഞാൻ സീറ്റിന് മേലെ കയറി ഇരുന്ന് ഇങ്ങനെയൊക്കെ കണ്ടില്ലടല്ലോ. അമ്മാതിരി സാധനം സത്യം പറയല്ലോ. പിന്നെ ജയറാമിന് മകൻ ഒരാളുണ്ട് രാജാവായിട്ട്, പുള്ളിക്കാരൻ എനിക്ക് വലിയ ആക്റ്റീവ് അല്ലല്ലോ, ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ്റെ അതേ ഇരിക്കും. പക്ഷെ അത് അത്ര പവറൊന്നുമില്ല. പക്ഷെ ജയറാമാട്ടം പിള്ളേർ അവസാനം ഒരു വരവുണ്ട്. ആദ്യമൊക്കെ അങ്ങനെ പാവത്തിനെ പോലെ നടന്നു, പിന്നെ അവസാനം ഒരു വരവുണ്ട് പിള്ളേർ, അത് വേറെ ലെവലിൽ സാധനം, ഫുൾ ശക്തിയോട് കൂടിയിട്ട്. പിന്നെ ഇവിടെ നടിന്റെ കാര്യം ഞാൻ വളരെ ട്വിസ്റ്റ് ചെയ്യും, അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടു മനസ്സിലാക്കുക. ഞാനത് ഇവിടെ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. അമ്മാതിരി സാധനമുണ്ട് ക്യാരക്ടർ. നമ്മൾ ഫസ്റ്റ് തൊട്ടൊക്കെ വിചാരിക്കും അങ്ങനെയാണ് സൂപ്പറാണല്ലോ, പക്ഷെ അവസാനം കൊണ്ട് ട്വിസ്റ്റ് അതാണ് പടം. ഇങ്ങനെ വേണം പടം. സത്യം പറയല്ലോ, ഇത് ഞാൻ ഇപ്പൊ പറയാം, ഇത് കാന്താര ചാപ്റ്റർ 1 ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി 2 ഒരെണ്ണം കൂടി ഇറങ്ങാണ്ട്. ആ 2 കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാന്താര, മെയിൻ കാന്താര നമ്മൾ കണ്ടില്ല ഫസ്റ്റ്, ആ കാന്താരിക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ട കാന്താരിയും ഇപ്പൊ ഇറങ്ങിയ കാന്താരം തമ്മിൽ ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. സത്യം പറഞ്ഞ ഒരു ബന്ധമില്ല. നിങ്ങൾ തോന്നും അത് തമ്മിൽ എന്താ ബന്ധം എന്നിട്ട് നിങ്ങൾ കിളി പോയൊരു അവസ്ഥയിലിരിക്കും. ആ ഒരു അവസ്ഥയിൽ ഞാൻ ഇരുന്നു. പക്ഷെ ഇനി ആ 2 കൂടി ഇറങ്ങണമെങ്കിലല്ല, എന്നാലും നമുക്ക് അറിയുള്ളൂ വേറെ ലെവൽ സാധനം. സത്യം പറയല്ലോ, 2025 ഈ പടം തൂക്കും, ഒന്നും പറയാനില്ല. ഒരു മിനിമം ഒരു 1000 കോടി, മിനിമം ഒരു 1000 കോടി അത്ര മതി, അത്ര കിട്ടും, പേടിക്കുക വേണ്ട. പിന്നെ എടുത്തു പറയത്തൊക്കെ ക്യാരക്ടർ എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഇല്ലാട്ടുള്ള കാർഡ് സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ശക്തി പ്രാപിച്ചു വരുന്ന സംഭവങ്ങൾ മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ശക്തി എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇന്റർവ്യൂ സമയത്താണ് നമ്മുടെ ഋഷഭ് ഷെട്ടിക്ക് ആ ഒരു ശക്തി, ദൈവത്തിന്റെ ശക്തി വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുന്നതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടാൽ മതി. കാട്ടിലൂടെ പോകുമ്പോൾ കിട്ടും. ഒരു പുലിയൊക്കെ പുലി എന്ന് വെച്ചാൽ പുലി ഇവരെ ആക്രമിക്കാൻ വരുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ആക്രമിക്കല്ല, പുള്ളിക്കാരൻ നമ്മള് പ്രേതം കൂടുന്ന പോലെ ആ പുലി നേർക്ക് നേർ നിൽക്കുന്ന ഋഷഭ് ഷെട്ടിന്റെ, എന്നിട്ട് കണ്ണുന്ന ഒരു സ്പാർക്ക് പോലെ പോകുന്നു. അങ്ങനെ ഒരു സംഭവമാണ്. അങ്ങനെയാണ് ദൈവത്തിന്റെ അത് ശക്തി വരുന്നത് അവന്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇവരുടെ കച്ചവടക്കാരാണ്. ഇവർ ഈ കാട്ടിലെ കുരുമുളക്, തേയില, മറ്റേ ഏലം, പട്ട, ഗ്രാമ്പു ഒക്കെ നമ്മൾ രാജാക്കന്മാര് ഇവിടെ ഇവരുടെ ഈ തോട്ടം കൈയടക്കാൻ വേണ്ടി വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ബാർട്ടർ സമ്പ്രദായമായിരുന്നു, നമ്മളൊന്ന് കൊടുക്കുന്നു ഒന്ന് വാങ്ങുന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ രാജഭരണ കാലഘട്ടത്തിലൊക്കെ വെളിയിലത്തെ ഇപ്പൊ ഈ പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ ഈ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സാധനം വാങ്ങിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറെ സംഭവങ്ങൾ, വസ്ത്രങ്ങൾ, ആയുധങ്ങളൊക്കെ തിരിച്ചു കൊടുക്കും. അതേ സംഭവമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ കൈയടക്കാൻ വേണ്ടി കാന്താര എന്ന് പറയുന്ന ദൈവത്തിന്റെ പൂന്തോട്ടം, കാന്താര എന്ന് പറഞ്ഞ ഒരു വലിയ നാടാണ് ഇതിലുള്ളത്. അതിൽ ആൾക്കാർക്കൊക്കെ ഇവരെ പേടിയാണ്. എന്താ വെച്ചാൽ ദൈവിക ശക്തിയുള്ള ആൾക്കാർ, ദൈവിക ശക്തി പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്നുള്ള കാര്യം ഉറപ്പാണ്. ദുശക്തിയായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ എന്നുള്ള മൈൻഡ് സെറ്റോട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല, അത് ഉറപ്പാണ്. അതൊക്കെയാണ് മെയിൻ കഥയിലേക്ക് എല്ലാവരുടെ സംഭവം. ദൈവത്തിന് പൂന്തോട്ടം അതാണ് അറിയപ്പെടുന്നത്. കാന്താര എന്ന് പറയുന്ന സംഭവം ദൈവത്തിന്റെ പൂന്തോട്ടമാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് തിയേറ്റർ വാച്ചാണെങ്കിലുള്ള, ഞാൻ ഇപ്പോഴും പറഞ്ഞ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീരാ നഷ്ടം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ തീരാ നഷ്ടമാണ്, തീരാ നഷ്ടം. തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്ന് വെച്ചാൽ അമ്മാതിരി സാധനം ഇടാറില്ല, ഒന്നും പറയാനില്ല, പെർഫെക്റ്റ് സാധനം. തിയേറ്റർ കണ്ടില്ല മിസ്സാണ് ഇവിടെ. ഇപ്പോഴും ഞാൻ പറയാം, നിങ്ങൾ 100, 150, 200 കൊടുത്ത് കണ്ടോ, പ്രശ്നമില്ല. അപ്പോൾ ഞാൻ വലിയൊരു ഋഷഭ് ഷെട്ടിക്ക് വലിയൊരു ഹാൻഡ്സ് ഓഫ് കൊടുക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി പടം ഷൂട്ട് ചെയ്തതിന് നല്ലൊരു എക്സ്പീരിയൻസ് തന്നതിന്. സോ ഇനി ഞാൻ എന്താ വെച്ചാൽ കാന്താര 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. കാന്താര ചാപ്റ്റർ 2 വേണ്ടി ഇപ്പോഴും ഇനി ഇന്നോട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങാനില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി സാധനമാണ്. അതും കൂടി വന്നാലേ നമ്മൾ കണ്ട കാന്താരന്റെ നമുക്ക് ഒരു റിസൾട്ട് അറിയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നില്ലേ പടം എന്ന് തോന്നുള്ളൂ. അപ്പൊ അതേ പറയുന്നുള്ളൂ, കൂടുതൽ പറഞ്ഞ് ഞാൻ ഇനിയിപ്പോ നിങ്ങളുടെ ഒരു സ്പിരിറ്റ് അറിയില്ല. അപ്പൊ അത്രേ പറയുന്നുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും